ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചക്ക കാണുമ്പം തന്നെ അറിയാമല്ലോ, ഇത് ചക്ക. ഞാനൊരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇത് കൂഴച്ചക്കയാണ്. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, കൂഴച്ചക്ക വരട്ടിയാൽ കൊള്ളാവോ എന്നുള്ളത്. ആ സംശയം ഈ വീഡിയോ കാണുമ്പം മനസ്സിലാവും, മാറ്റാൻ നോക്കും. നമുക്ക് കൂഴച്ചക്ക ആയാലും വരിക്കച്ചക്ക ആയാലും എല്ലാം നമുക്ക് വരട്ടി വെച്ചിരുന്ന അത് ചക്ക തീരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ നോക്കും. അത് എടുക്കേണ്ട ഒരു രീതിയുണ്ട്, അതനുസരിച്ച് ചെയ്യുക. നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ് ചക്ക. ചക്കയെല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് മിക്സിയിലൊന്നും അരയ്ക്കുന്ന ഒന്നും തന്നെ ഇല്ല. ഇത് കൂഴച്ചക്ക ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വേണ്ടുന്ന ശർക്കരയാണ്. ഇത് 1.5 കിലോ ശർക്കരയുണ്ട്. നമ്മൾ ശർക്കര ആവശ്യത്തിന് ചേർക്കണം. പിന്നെ വേണ്ടുന്നത് ഏലക്കയാണ്. നമ്മൾ ആദ്യമേ തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് എത്ര ഒഴിച്ചാലും നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കണം, അടിക്ക് പിടിക്കാതെ നമുക്ക് ഇളക്കി കിട്ടാനാണ്. ഇനി നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ശർക്കര ഇത് അഴുക്കില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒരു ശകലവും വെള്ളം ചേർക്കുന്നില്ല ഇതിനൊന്നും. ഇനി നമ്മൾ ഏലക്കായി ഇതിൻ്റെ കൂടെ അങ്ങ് ഇടുകയാണ്. ഇനി 1 മണിക്കൂറെങ്കിലും വേണം. നമ്മൾ അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൽ വെക്കുന്നതായിരിക്കും നല്ല. ചെറിയ തീയിൽ അതൊക്കെ വരണ്ട് കിട്ടും. സ്റ്റൗവിലാകുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ചക്കയെല്ലാം നന്നായിട്ട് വരണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കൂഴച്ചക്ക ആയതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ ഒക്കത്തില്ലെന്നാരും ചിന്തിക്കണ്ട. ഏത് ചക്കയായാലും നല്ല വൃത്തിയായിട്ട് വരട്ടിയെടുക്കാൻ നോക്കും. നമുക്ക് ചക്കയുടെ സീസൺ കഴിയുമ്പോൾ നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാനും റൊട്ടിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ഇലയപ്പം ഉണ്ടാക്കാനും ഒക്കെ ഉപകരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. നമ്മളിത് നന്നായി ആറിയതിന് ശേഷം വെള്ളമയമില്ലാത്ത കുപ്പിക്കകത്ത് നല്ല വൃത്തിയായിട്ട് അടച്ച് സൂക്ഷിക്കുക. എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും.